ഹലോ, വെൽക്കം ടു സിൻ്റെ ബുട്ടി. ഇതേ കണ്ട അടുത്തൊരു സാരി കണ്ടോ, നല്ലൊരു എന്തെന്ന് പറയുക, ഒരു വാഴക്കൂമ്പിൻ്റെ കളർ അല്ലേ, അങ്ങനത്തെ ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ്, നല്ലൊരു ഗ്രീനാണ് കേട്ടോ, നല്ലൊരു ഷെയ്ഡാണേ. അതിൽ നമ്മുടെ മംഗളഗിരി ബോർഡർ വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇതേ കണ്ടോ, ഇങ്ങനത്തെ ബോർഡറാണ് വന്നിരിക്കുന്നത്. കുറച്ചൊരു യെല്ലോയിഷ് ആണ് കേട്ടോ ഇതിൻ്റെ കളർ വരുന്നത്. തനിയൊരു ഡള്ളായിട്ടുള്ള വീവിങ് അല്ല, അത് വീവിങ് അല്ല, ഈ മിഷനൈസ്ഡ് ഇതാണ് കേട്ടോ വന്നിരിക്കുന്നത്, പവർലൂം അങ്ങനത്തെ ഇതാണ് കേട്ടോ. അപ്പോൾ അത് വരുന്നത് നമ്മൾ വീവിങ് പോലെ ആയിരിക്കില്ല കേട്ടോ, കുറച്ചൊരു ഗ്ലേസിങ് ഒക്കെ ഉള്ളതായിരിക്കും. കാരണം ഒരു ത്രെഡ് അങ്ങനത്തെ ആയിരിക്കും, അതിൽ മെഷീനിലിടുന്ന ത്രെഡ് അങ്ങനത്തെ ത്രെഡുകളായിരിക്കും. വീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് വീവ് ചെയ്യുന്ന ത്രെഡിനും ഇതിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചൊരു യെല്ലോയിഷ് ഇതായിരിക്കും. അതെ, ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. കണ്ടില്ലേ, ഇങ്ങനത്തെ പല്ലു പോർഷനാണ്. ബോഡി ഇങ്ങനെ ചെക്കാണ് വരുന്നത്. അതെ, ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. കണ്ടോ, നല്ലൊരു കോമ്പിനേഷനും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. പിന്നെ ഇത് സെമി സിൽക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. സെമി സിൽക്കാണ്, പ്യുവർ കോട്ടൺ അല്ല, പ്യുവർ സിൽക്കും അല്ല, സെമി സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ട് കേട്ടോ, കോട്ടൺ പോലെ ഇങ്ങനെ നിൽക്കുന്നതല്ല, കുറച്ചൊന്ന് പൊന്തി നിൽക്കാം. നമുക്കറിയാലോ സെമി സിൽക്ക് എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഒരിക്കലും നമ്മുടെ സിൽക്കിൻ്റെ പോലെ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ഒരു തുണിയല്ലല്ലോ അല്ലേ. അതെ, എന്നാലും അത്യാവശ്യം നമ്മൾ വെയർ ചെയ്ത ഒരു ലുക്ക് കിട്ടുന്ന സാരിയാണ് കേട്ടോ മംഗളഗിരി കോട്ടൺ. വീവിങ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ഓരോരോ സ്ഥലത്ത് വീവിങ് പാറ്റേണുകളാണ്. അങ്ങനത്തെ ആ പാറ്റേണിൽ വന്നിരിക്കുന്ന ബോർഡറാണ്. രണ്ട് സൈഡിലും ഒരു വിത്താണ് കേട്ടോ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലെ ബോർഡറിൻ്റെ വിത്ത് സെയിം ആണ്. റേറ്റ് വരുന്നത് 1200 കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ്. നമ്മുടെ മാക്സിമം ഷോപ്പിൽ വന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഷോപ്പിൽ. നിങ്ങൾ ഒരു സാരിയുടെ കളക്ഷനിൽ ഒരുവിധം ഞാൻ മാക്സിമം അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ പീസാണെങ്കിലും ഓരോന്നും ഓരോ വെറൈറ്റി ആയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഹാൻഡ് പിക്ഡ് ആണ്. നമുക്ക് ഇഷ്ടമാവുന്ന മാത്രം ഇങ്ങനെ പിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻ്റെ സാരി കളക്ഷനും മെറ്റീരിയൽ കളക്ഷനും കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഷോപ്പിൽ വന്ന് നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതിയേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വന്ന് കാണും നിങ്ങൾ എങ്ങനെയുള്ളതാണെന്നൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എങ്ങനെയാണെന്നുള്ളതൊക്കെ. ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി എനിക്ക് പറ്റാവുന്നതാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. മാക്സിമം ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ക്രിസ്മസിന് ന്യൂ ഇയറിൻ്റെയൊക്കെ പർച്ചേസ് ചെയ്യാൻ എല്ലാവരും പോകുന്നു കേട്ടോ. അപ്പോൾ സാരി മേടിക്കാം, മെറ്റീരിയലിൻ്റെ കളക്ഷനുണ്ട്, അതും നമുക്ക് പർച്ചേസ് ചെയ്യാം. പിന്നെ സാരി മെറ്റീരിയൽ മേടിക്കാൻ ഒന്ന് പറ്റിയില്ലെങ്കിൽ സാരി നോക്കാം. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ സാരിയുടെ കളക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ കേട്ടോ. അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, എനിക്കറിയാം സാരിയുടെ കളക്ഷനൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ അതങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പലരും പറഞ്ഞു സാരിയും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ലതായിരുന്നു എന്നുള്ളത് ചോയ്സ് പോലെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി കളക്ഷൻസ് ഞാൻ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സാരി കളക്ഷനാണ് ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് എല്ലാം അഫോർഡബിൾ ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ്. കാരണം ബിലോ 2000 ആണ്. അതും ഇപ്പോൾ 1500 ബിലോ 1500 ആണ് എല്ലാ സാരീസും എൻ്റെ കയ്യിലുള്ളത് കേട്ടോ ഇപ്പോഴത്തെ റേറ്റിൽ. ഞാൻ മാക്സിമം അത്രേ പോവുള്ളൂ, കാരണം എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന റേറ്റിൽ പോവുള്ളൂ കേട്ടോ കാര്യങ്ങൾ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും വരിക. അത്യാവശ്യമൊക്കെ നമുക്ക് പുറത്തൊക്കെ ഇട്ട് ഒരാളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റാവുന്ന ഒരു കളക്ഷനാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. ഒട്ടും അത് ഇട്ടിട്ട് എങ്ങനെ പോവും, ഒരു ഫംഗ്ഷൻ എങ്ങനെ പോവും, ഒരു സ്ഥലത്ത് എങ്ങനെ പോകുന്നൊന്നും ചിന്തിച്ച് നിങ്ങൾ പേടിക്കേണ്ട. കാരണം അത്യാവശ്യമൊക്കെ ഒന്ന് ഒരാളുടെ മുമ്പിലിട്ട് പോകാനൊക്കെ പറ്റിയ നല്ലൊരു കളക്ഷൻ ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾ പോരെ കേട്ടോ, സിൻ്റെ ബുട്ടിയിലേക്ക് പോരെ. വരാപ്പുഴയാണ് മെയിൻ റോഡ്, മാർക്കറ്റ് റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ തൊട്ട് സൈഡിൽ അപ്സ്റ്റേറിൽ ഞങ്ങളുണ്ട് കേട്ടോ. ധൈര്യമായിട്ട് പോരെ കേട്ടോ. നമുക്കൊന്ന് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്നൊക്കെ. വെറുതെ വീഡിയോയുടെ മുമ്പിൽ നിന്ന് പറയുന്നതാണോ എങ്ങനെയാണെന്നൊക്കെ അറിയാലോ. അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ കേട്ടോ. ഒന്ന് നോക്കിയിട്ട് പോയിക്കുന്നെങ്കിൽ. ഓക്കെ, താങ്ക് യു.